നേരാണോ നേരിൻ്റെ നേരമാണോ നേരമിതേതാണു കൂട്ടുകാരാ നേരാണോ നേരിൻ്റെ നേരമാണോ പാട്ടുകിളികൾ ചിലച്ചു ചൊല്ലുന്നതും പാട്ടുപരീക്ഷകളേറ്റു ചൊല്ലുന്നതും നേരം പുലരുന്ന നേരമായെന്നാണ് നേരിൻ്റെ നേരം പുലർന്നു പോയെന്നാണ് എന്നിട്ടുമെന്താണ് കൂട്ടുകാരാ നേരം പുലരാതിരിക്കുന്നു കൂട്ടുകാരാ പാലം കടക്കുവാൻ നാരായണം പാടി പാലം കടന്നാലോ കുരായണം പാടി പാലങ്ങൾ ഓരോന്നും അങ്ങനെ താണ്ടിക്കടന്നു മറുകരയെത്തിയോർ താണ്ടും തടിയും തലവരിപ്പിരിവുമായി തള്ളിയും കിള്ളിയും തല്ലിപ്പിരിഞ്ഞും തുള്ളാട്ടമാടും തിരക്കിലാണോ പാലങ്ങൾ ചെളികളിൽ പൂഴ്ന്നുപോയും പാലങ്ങൾ പൂഴിയിൽ തൂർന്നു തീർന്നും പാലങ്ങൾ ഓരോന്നും ഇങ്ങനെ പാടേ തകരുന്നു കൂട്ടുകാരാ കുത്തിയൊഴുകും പുഴ കടക്കാൻ ചങ്ങാടത്തോണി പണിതു നമ്മൾ പാലം പൊളിഞ്ഞ പുഴക്കടവിൽ പാലമായി തന്നെ നിവർന്നു നമ്മൾ. പിൽക്കാലത്ത് എഴുതിയൊരു കവിതയിൽ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് വളരെ കാൽപ്പനികമായി പറയുന്നൊരു വരിയുണ്ട്. കുന്നും കുഴിയും പരസ്പരം സ്നേഹിച്ച ഒരു കുന്നല ഗ്രാമമുണ്ടായിരുന്നു. തെങ്ങും കവുങ്ങും പിലാവും തിങ്ങി നിറഞ്ഞൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നൊരു കുട്ടിക്കാലമുണ്ട്. 1ാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പുള്ളൊരു കുട്ടിക്കാലം. അമ്മ ഒരു കർഷക തൊഴിലാളിയായ അമ്മ പണിക്ക് പോകും, ഏട്ടൻ സ്കൂളിലും പോകും. വീട് പുര എന്നാ പറയുക നമ്മൾ. പുര കാവൽക്കാരനായിട്ട് ഞാനാണ്. വലിയ ഒരു 4-5 ഏക്കർ വിശാലമായ ഒരു പുരയിടം, അതിലൊരു കുടികിടപ്പുകാരായിരുന്നു നമ്മൾ. അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ള ഏകാന്തതയിൽ നിറഞ്ഞൊരു ഭയവും. ആ സമയത്ത് ഈ സന്ധ്യ കഴിഞ്ഞാൽ ഈ തൊട്ടപ്പുറം വയലാണ്. ആ വയലിൽ ഒരു പൊതുവഴി പോലൊരു വലിയ വരമ്പുണ്ട്. അതിലൂടെ ഇടവിട്ട ദിവസങ്ങളിൽ ഒരു ജാഥ കടന്നു പോകും. ഞാൻ ജാഥയിലെ അംഗങ്ങളെ കൃത്യമായിട്ട് കാണില്ല, കാരണം പെട്രോമാക്സ് കത്തിച്ചിട്ടാണ്. അതിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ്. അന്നേരം എൻ്റെ മനസ്സിൽ അറിയാതെ എനിക്ക് വിളിക്കാൻ തോന്നും, അവിടത്തേക്ക് പോകാൻ തോന്നും. പക്ഷേ പോകാൻ മാത്രം ഒരു ധൈര്യം ഇല്ല. ഈ സന്ധ്യക്കായത് ഇത് എൻ്റെ മനസ്സിൽ ആദ്യം ഉറച്ച മുദ്രാവാക്യമെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞ ഇത് ഇൻകുലാബ് സിന്ദാബാദ്. പിന്നെ പകൽ വെളിച്ചത്തിലൊക്കെ ചുവന്ന കൊടി ഏറിയിട്ടാണ് ഇത് വിളിക്കുന്ന ആളുകൾ. എൻ്റെ ഗ്രാമത്തിൽ പരിചയമുള്ള ആളുകളുണ്ട്. ആ കുട്ടിക്കാലത്ത് തന്നെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ വെക്കും. ആ മീറ്റിങ്ങുകൾ കോൺഗ്രസ്സിനെ അധിക്ഷേപിക്കുന്ന കാളപ്പാർട്ടിക്ക് വോട്ടില്ല. ആ കാളപ്പാർട്ടി ആരാന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവർക്കെതിരാണ് ഈ ചെങ്കൊടി എന്ന് ഞാൻ അരിവാൾ ചുറ്റിക അല്ല, അന്ന് അരിവാളും കതിരുമാണ്. അങ്ങനെ അറിയാതെ അബോധമായിട്ട് ഒരു 5 മുതൽ 10 വരെ വയസ്സുള്ള എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിഹ്നം. അപ്പോൾ പിന്നീട് അത് ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നമായി മാറിയെങ്കിലും
ഞാനതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അരിവാൾ എനിക്ക് പരിചയമാണ്. എൻ്റെ അമ്മയുടെ കൊയ്ത്തരിവാൾ. പിന്നെ കതിര്, അമ്മ കൊയ്ത് വരുന്ന കൊയ്ത്തിന് വന്ന് കറ്റയാണ് കൊണ്ടുവരിക, നെല്ലല്ല. ആ കറ്റ എനിക്ക് ചിരപരിചിതമായ പ്രതീകങ്ങളായതുകൊണ്ടാവാം എൻ്റെ മനസ്സിൽ അരിവാൾ കതിര് എന്ന ആ കൊടിയടയാളവും ഇൻകുലാബ് സിന്ദാബാദ് വിളികളുടെ ഒരു താളം, അതിൻ്റെ ഒരു ആവേശം, അതിൻ്റെ ഒരു ഗാനാത്മകത എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ താളബോധത്തിൽ. വയലുകൾ നിലവിളിക്കുന്നുവോ, വയലുകൾ നിലവിളിക്കുന്നുവോ, വയലെനിക്കമ്മയുടെ ഓർമ്മയുടെ നിറവാണ്, വെയിലേറ്റുവാടുമൊരു കതിരാണ്, വേർപ്പിൽ കുതിർന്ന മണമാണ്, മണമാർന്ന പുത്തരിച്ചോറാണ്, പുത്തരിച്ചോറിൻ്റെ തികവാണ്. വയലെനിക്കമ്മയുടെ ഓർമ്മയുടെ നിറവാണ്, വെയിലേറ്റുവാടുമൊരു കതിരാണ്, വേർപ്പിൽ കുതിർന്ന മണമാണ്, മണമാർന്ന പുത്തരിച്ചോറാണ്, പുത്തരിച്ചോറിൻ്റെ തികവാണ്. വയലെനിക്കുണ്മയുടെ വാക്കാണ്, വാക്കുകൾ ചുഴലുമൊരു കാറ്റാണ്, കാറ്റിൻ്റെ കൈകളിൽ ചൂളം വിളിക്കുമൊരു പൊലിയാണ്, പൊലികളിൽ തിരയടിച്ചെത്തുമൊരു പാട്ടാണ്. വയലുകൾ നിലവിളിക്കുന്നുവോ. കുഞ്ഞപ്പ പട്ടാന്നൂരിനെ ഓർമ്മിക്കുമ്പോൾ ബ്രണ്ണൻ കോളേജിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചെത്തുന്നു. അത് 1967 ഞാനവിടെ ചേരുമ്പോൾ കുഞ്ഞപ്പ അവിടുത്തെ സ്റ്റുഡൻ്റാണ്, 2ാം വർഷം BA വിദ്യാർത്ഥിയാണ്. കേരളത്തിലുള്ള മറ്റേതൊരു സാഹിത്യ അല്ലെങ്കിൽ കവിതാ കവി വ്യക്തിത്വങ്ങളാണ് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴും ഒരു താരതമ്യത്തിനും സാധ്യതയില്ലാത്ത ഒരു കവിതാ വ്യക്തിത്വമാണ് കുഞ്ഞപ്പ പട്ടാന്നൂരിൻ്റേത്. ആശാൻ്റെയും വള്ളത്തോളിൻ്റെയും അല്ലെങ്കിൽ ഇടപ്പള്ളിയുടെയും ചങ്ങമ്പുഴയുടെയും കാൽപ്പനിക കവിതകളുടെ ലോകത്താണ് കുഞ്ഞപ്പ അന്ന് സഞ്ചരിച്ച് പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അത് അധികം കാലം നീണ്ടു നിന്നില്ല. അത് തീർച്ചയായിട്ടും അതിനൊരു വിച്ഛേദം സംഭവിച്ചു. ആ കാൽപ്പനികതയിൽ നിന്ന് കുഞ്ഞപ്പ പിന്നെ കുതറി മാറി. അതെപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളത്, ആ ഒരു വിച്ഛേദം വളരെ പ്രധാനമാണ് കുഞ്ഞപ്പയുടെ കവിതാ ജീവിതത്തിൽ. അതുകൊണ്ട് കാൽപ്പനികതയിൽ നിന്ന് വിട്ട് കുഞ്ഞപ്പ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള പോരാട്ട കവിതയുടെ ഒരു മണ്ഡലത്തിലേക്ക് വഴി മാറി എന്നൊക്കെ നമുക്ക് അതിനെ ന്യൂനീകരിച്ച് പറയാം, ലളിതവൽക്കരിച്ച് പറയാം. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. കാരണം ഞാൻ എൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു നോട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എഴുതാൻ ശ്രമിച്ചപ്പോഴൊക്കെ പട്ടാന്നൂരിൻ്റെ ഈ കാൽപ്പനിക ഭാവനയിൽ നിന്ന് പട്ടാന്നൂരിന് ഒരു കാലത്തും അതിൽ നിന്ന് വഴിമാറാൻ സാധിച്ചിട്ടില്ല എന്ന്, അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു ദൗർബല്യമാണോ ശക്തിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കുഞ്ഞപ്പയുടെ കവിതയിലെ ഒരു നിതാന്ത സ്വരമാണ്. സ്വന്തം ജീവിതത്തിൻ്റെ അതിൻ്റെ അനുഭവ സത്യങ്ങളെ മുഖാമുഖം കാണുകയും എന്താണ് അതിൻ്റെ നിറം എന്ന് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്ത ഒരു കവിയാണ് കുഞ്ഞപ്പ. മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, പെയ്യുന്നു, ശകുനങ്ങൾ പോലെ, ശോകമൗനങ്ങൾ പോലെ, ശാന്തസാഗരം കൊള്ളുന്ന കോളുകൾ പോലെ, കാലഭേദങ്ങൾ പാടും മേഘഗീതങ്ങൾ പോലെ, മേഘദുഃഖങ്ങൾ പടരും പർവ്വതക്കാറ്റുകൾ പോലെ, ക്രൗര്യം കലങ്ങും കിനാവുകൾ പോലെ, നൊമ്പരം നീറും നിലവിളി പോലെ, രാപ്പാടിയില്ലാത്ത രാത്രികൾ പോലെ,
കാക്കകൾ കരയാത്ത കർക്കിടം പോലെ. പട്ടാന്നൂർ എന്ന പുഴയോര ഗ്രാമത്തിൽ ഞാൻ അങ്ങനെയാണ് എപ്പോഴും പറയാറ്, പിറന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. വടപട്ടണം പുഴ എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെയാണ് ഒഴുകുന്നത്. ആ വയൽ കടന്ന പുഴ, ആ പുഴ എൻ്റെ കുട്ടിക്കാല ജീവിതത്തിൽ മാത്രമല്ല പിൽക്കാല ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ കവിത പോലെ ഒരു സ്വാധീനമായി വന്നിട്ടുണ്ട്. എൻ്റെ കവിതയിലൊക്കെ ആ പുഴയുടെ ഒഴുക്കുണ്ട്. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ മകനായി പിറന്ന കുട്ടിക്കാലത്ത് തന്നെ ഓർമ്മ തെളിയും മുമ്പ് എൻ്റെ അച്ഛൻ ഒരു അപകടത്തിൽ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് അച്ഛനും അമ്മക്കും പകരമായി നിന്നത്. അതുകൊണ്ട് അമ്മ മറ്റൊരു സ്വാധീനമാണ് എൻ്റെ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. എവിടെയും അമ്മയുടെ സാന്നിധ്യമുണ്ട്. എൻ്റെ ഏട്ടൻ രണ്ടാളുണ്ടായിരുന്നു. ഒരാൾ കുട്ടിക്കാലത്ത് മരിച്ചുപോയി, ഒരാൾ ഒരു ഉദ്യോഗം ഭരിച്ച് ഒരു 3-4 കൊല്ലം മുമ്പേ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. പിന്നെ 2 സഹോദരിമാരാണ്. 1960കളുടെ ആദ്യ വർഷങ്ങളിൽ ഇരിക്കൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു. അന്ന് യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിലെ അധ്യാപകനായി കുഞ്ഞപ്പയുടെ മുമ്പിലെത്തിയത്. ഞാനന്ന് പ്രൈമറി അധ്യാപകനായിരുന്നു. മഹാകവി വൈലൂപ്പള്ളി ശ്രീധരമേനോൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന PV ഉണ്ണികൃഷ്ണ വാര്യർ ആയിരുന്നു അന്നവിടെ ഹെഡ് മാസ്റ്റർ. അന്നൊരു നല്ല വായനക്കാരനൊക്കെ ആയിരുന്ന എന്നോട് എന്തോ വാത്സല്യം തോന്നിയിട്ട് അദ്ദേഹം എന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും മലയാളം പഠിപ്പിക്കാൻ നിയോഗിച്ചു. അങ്ങനെ കുഞ്ഞപ്പ എൻ്റെ ക്ലാസ്സിലെ പ്രിയ വിദ്യാർത്ഥിയായി. അന്നേ ഞാൻ കുഞ്ഞപ്പയുടെ ഉള്ളിൽ ഈ സാഹിത്യ കലാ വാസനയുടെ വിത്ത് കണ്ടെത്തിയിരുന്നു. ആ വിദ്യാലയത്തിൽ അതുപോലുള്ള കുട്ടികൾ വളരെ അപൂർവമായിരുന്നു. കുഞ്ഞപ്പയിൽ ഈ കഴിവ് കണ്ടെത്തിയ ഞാൻ എൻ്റെ കഴിവനുസരിച്ച് കുഞ്ഞപ്പയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞപ്പ എഴുതിക്കൊണ്ടുവന്ന ചില കവിതകളൊക്കെ എന്നെ കാണിക്കുന്നു. സ്കൂൾ സാഹിത്യ സമാജത്തിൽ കുഞ്ഞപ്പയെ കൊണ്ട് അത് അവതരിപ്പിച്ചതും മേശയോട് ചാരി നിന്ന് ലജ്ജാലുവായി ഇടത് കൈ കൊണ്ട് മേശയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ തലോടി കവിത അവതരിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന കുഞ്ഞപ്പയുടെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പട്ടാന്നൂർ ഗ്രാമത്തിൽ UP സ്കൂളിൻ്റെ ആദ്യ വിദ്യാഭ്യാസം. സാധാരണ നിലയ്ക്ക് എൻ്റേതായ തൊഴിലാളി ഈ കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടിയുടെ ഇത് UP സ്കൂൾ, പട്ടാന്നൂർ UP സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം തീർന്നു. പിന്നീടുള്ള ഉപരിപഠനമാണ്, അതായത് ഹൈസ്കൂൾ. കൂടാളി ഹൈസ്കൂളിൽ മാത്രമാണ് അവിടുത്തെ. അത് ബസ്സിലൊക്കെ പോകണം. അതിന് കാശ് ഇല്ലാതെ കൊണ്ട് മിക്കവാറും കുട്ടികളുടെ പഠിത്തം അവിടെ നിൽക്കും. ഞാൻ ഈ 7ാം ക്ലാസ്സിലാകുമ്പോൾ ഇരിക്കൂർ ഹൈസ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ വന്നു. അതിൻ്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു പുഴ കടന്നിട്ടെത്തണം. ഞാൻ എഴുതിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഒരു കുന്ന് കയറി വേണം ആയിപ്പുഴ എന്ന സ്ഥലത്തെത്താൻ. ആയിപ്പുഴയിൽ നിന്ന് സമതലത്തൂടെ പിന്നെയും നടന്നിട്ട് വേണം പുഴയോരത്തെത്താൻ. പുഴ പിന്നെ മഴക്കാലം ആണെങ്കിൽ ഒരു തോണിക്കാരൻ, ചുഴിയും മലരിയും നിറഞ്ഞ പുഴ, അത് കടന്ന് അത് നെഞ്ച് ഇടിപ്പോടുകൂടിയാണ് നമ്മളൊക്കെ ഇരിക്കുക. മഴ വന്നാൽ ഏത് സമയവും ഒഴുക്ക് കൊണ്ടുപോകും. വളപട്ടണം പുഴയിലാതെ നിൽക്കുക. അങ്ങനൊരു കുട്ടിക്കാലം. എന്നിട്ട് പിന്നെ ഇരിക്കൂർ ബസാറിലൂടെ നടന്നിട്ട് പിന്നെ ഒരു കുന്ന് കയറണം. 2 കുന്നും പിന്നെ കയറുകയും ഇറങ്ങുകയും ചെയ്ത ഒരു കുട്ടിക്കാരാണ് എൻ്റെ ഇത് ഞാൻ പറയാറുണ്ട്. എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വർഗത്തിൽപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള ആരും കോളേജിലൊന്നും പോവില്ല. പിന്നെ എനിക്ക് കോളേജിൽ പോകണമെന്നുണ്ട്. എൻ്റെ 2-3 അധ്യാപകർ എനിക്ക് പ്രചോദനമായി. ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, നന്നായി പഠിക്കും. ഇനിയപ്പോൾ എന്തായാലും കോളേജ് അടുത്തല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ അമ്മയോട് പറഞ്ഞപ്പോൾ
അമ്മയുടെ സുഹൃത്തുക്കളും അയൽക്കാരെല്ലാം ഇതിന് വിലക്ക് കൽപ്പിച്ചു. നീ എന്താ പറയുന്നത്, കുട്ടികളെ വല്ല പണിക്കയക്കും അല്ലാണ്ട് 7ാം ക്ലാസ് കഴിഞ്ഞാൽ പണിക്ക് പോകുന്ന കുട്ടികളുണ്ട്. എൻ്റെ പിന്നെ അമ്മക്ക് അക്ഷരം പോലും പഠിക്കാതെ വിദ്യാഭ്യാസമില്ല, പക്ഷേ അമ്മയ്ക്കൊരു സാക്ഷരതയുണ്ട്, മാനസികമായ സാക്ഷരത. എൻ്റെ മോൻ എത്രയായാലും ഞാൻ പഠിപ്പിക്കും, എൻ്റെ അധ്വാനിച്ച് കിട്ടുന്ന കൂലി കൊണ്ട് ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ. അങ്ങനെ അമ്മയുടെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ബലത്തിലാണ് ഞാൻ കോളേജിൽ പോകുന്നത്. പഴശ്ശിരാജയിൽ അതിന് തൊട്ട് മുമ്പേ എനിക്കൊരു ടൈഫോയിഡ് വന്നു. ടൈഫോയിഡ് വന്നിട്ട് പോകാൻ പറ്റാതെ പഴശ്ശിരാജ ഒരു കുന്നും പുറത്താണ് കോളേജ്. അവിടെ കുറേ 2 അധ്യാപകർ പ്രത്യേകിച്ചും എൻ്റെ കവിത അഭിരുചി കണ്ടപ്പോൾ ഭയങ്കര പ്രോത്സാഹനം നടത്തി. ഈ 2 കോട്ടയത്തു നിന്ന് അധ്യാപകരാണ്. ആ അധ്യാപകൻ സോമനാഥൻ നായരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാനുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ പിൽക്കാലത്ത് പുള്ളി കോളേജ് പ്രിൻസിപ്പളായി, NSS കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി. അതേസമയത്ത് ഹിന്ദിയിലെ വലിയ സാഹിത്യകാരനായി, ഒറിജിനൽ ഹിന്ദിയിൽ 4 or 5 ഓൾ ഇന്ത്യ തലത്തിലുള്ള വലിയ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അതോടുകൂടെ എനിക്കൊരു വലിയ ലോകം തുറന്ന് കിട്ടിയ പോലെയായി. അതായത് ഒരു വിശാലതയിലേക്ക് മനസ്സ്, അങ്ങനെ ഇനിയും പഠിക്കണം എന്നൊക്കെ തോന്നി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവിടെ പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ അന്ന്. PUC കഴിഞ്ഞ് ആദ്യത്തെ പ്രീ ഡിഗ്രി വരുന്ന ആ കൊല്ലാണ്. അങ്ങനെ എൻ്റെ ഒരു ദൃഢനിശ്ചയം, എൻ്റെ ആഗ്രഹത്തിൻ്റെ കാഠിന്യമൊക്കെ കൊണ്ട് അപേക്ഷ കൊടുത്തു. ഞാൻ ബ്രണ്ണൻ കോളേജിലാണ് കൊടുത്തത്. ഇംഗ്ലീഷ് മെയിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കണം, ഹിന്ദി എനിക്കറിയാം, ദക്ഷിണ ഭാരത ഹിന്ദി, ഇപ്പോൾ ഹിന്ദിയും പഠിക്കണം, മലയാളം 3 ഭാഷയിൽ പഠിച്ചിട്ട് നല്ലൊരു മോഹമാണ്. അങ്ങനെ ഇംഗ്ലീഷ് പിന്നെ എനിക്ക് ബ്രണ്ണൻ കോളേജിൽ പ്രവേശനം കിട്ടി. ആ ബ്രണ്ണൻ കോളേജ് ജീവിതമാണ് എൻ്റെ ദിശ, ലോകത്തേക്കുള്ള വലിയ വാതിൽ തുറന്നു കിട്ടിയത്. കണ്ണീർ കയത്തിലൊരു ദ്വീപമല്ല, കരയറ്റ കടലിലൊരു കരയുമല്ല, വേർപ്പിൽ വിളഞ്ഞവർ നല്ല മക്കൾ, ചേമ്പിലത്താളിലും സ്നേഹമുണ്ണാൻ, പാതിയുറങ്ങിയുമുണ്ണാതെയും പാടുപെടുന്നവളമ്മ കണ്ണൂർ. കരയുന്ന കണ്ണിൻ്റെ ഈർപ്പമല്ല, കണ്ണൻ്റെ കണ്ണിൽ കടമ്പുമല്ല, ചോറ്റുനായ്ക്കൂട്ടം കുരച്ചുകൊണ്ടെത്തവേ, ചാവേറുപാട്ടിലും പോരൊരുങ്ങാൻ, പടനിലത്തൊറ്റയ്ക്കു കാതോർക്കുവാൻ, പാഠമുറച്ചവളമ്മ കണ്ണൂർ. കണ്ണകിക്കുന്നും ചിലമ്പുകൾ തീർക്കുവാൻ, കണ്ണിലുലയുമായി കണ്ണൂർ. കോലത്തുവയലിലെ ചേറിലും ചെളിയിലും കുലവാഴ കായ്ക്കുവാൻ കണ്ണൂർ. കണ്ണിലെപ്പോഴും കരടാണ്, കാണികൾക്കെപ്പോഴും കാടാണ്, കാട്ടിലെപ്പോഴും തീയാണ്, തീയിൽ കുരുക്കുന്നതിപ്പോഴും നേരും നെറികളും വേനലിൻ പൂക്കളുമാകുവാൻ കണ്ണൂർ. UP സ്കൂൾ വിട്ട് പ്രീ ഡിഗ്രി വിട്ട് ഞാൻ ഡിഗ്രിക്ക് ബ്രണ്ണൻ കോളേജിലാണ് എത്തിയത്. ബ്രണ്ണൻ കോളേജിലെ അന്തരീക്ഷാകെ ഒരു കലുഷമായിരുന്നു. എൻ്റെ കാൽപ്പനികമായ ഒരു സങ്കല്പത്തിനൊന്നുമല്ല. വളരെ അടിപിടി, പിന്നെ രാഷ്ട്രീയം. അന്ന് വായിക്കുന്ന കവിതകളൊക്കെ ഞാൻ വായിച്ച കവിതയിൽ നിന്ന് വേറിട്ട കവിതയാണ്. അങ്ങനെ എന്നെ അടിമുടി അബോധമായിട്ട് എൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി. ആ നാടുകളിലും ആദ്യത്തെ കാൽപ്പനികത ഉണ്ടെങ്കിലും പുതിയ താളങ്ങളും പുതിയ ഭാവങ്ങളൊക്കെ എനിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ബ്രണ്ണൻ കോളേജ് പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ എൻ്റെ കാൽപ്പനിക ഭാവമെല്ലാം മാറി. പിന്നെ ഞാൻ എഴുതുന്നിരുന്നു. അങ്ങനെ എഴുതാൻ വിചാരിച്ചാലും സാധ്യമല്ലാതായി. ഡിഗ്രി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അവിടുത്തെ ജീവിതമാണ് അടിമുടി, അടിയന്തരാവസ്ഥക്ക് തൊട്ടുള്ള നാളുകളായിരുന്നു.
അവിടെ എപ്പോഴും പിന്നെ പ്രത്യേകിച്ച് AG's ഓഫീസുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. അങ്ങനെ M. സുകുമാരനെ ഞാൻ 73 പരിചയപ്പെടുന്നത്. അവർ സമരവും കൊടിയും, അവരെ 24 മണിക്കൂർ ഒരു ധർണയുണ്ടായിരുന്നു. ആ രാത്രി ധർണയിൽ ഞാൻ പങ്കെടുത്തു. M. സുകുമാരൻ്റെ സുഹൃത്ത് എന്ന നിലക്ക്, യുവ സുഹൃത്ത് എന്ന നിലക്ക് AG's ഓഫീസിലെ യൂണിയൻ നേതാക്കളൊക്കെ ആയിട്ട് അവരൊക്കെ വളരെ വാത്സല്യത്തോടെ ഞാനവിടെ പോയപ്പോൾ അവരെ കൂടെ ഇരുന്നപ്പോൾ ധർണ രാത്രിയാണ്, 24 മണിക്കൂറാണ്. ഞാനും ആ ഉറക്കമൊഴിഞ്ഞിരുന്ന് അങ്ങനെ അവർ സംഘടിപ്പിക്കുന്ന ജാഥകൾ, അതായത് പിന്നെ MG റോഡിലൂടെ പോകുന്ന ജാഥകളിലൊക്കെ ഞാൻ പങ്കെടുക്കും. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, AKG പ്രസംഗിച്ച ISRO മീറ്റിങ്ങിൽ വെടിവെപ്പുണ്ടായി എന്നുള്ളൊരു ന്യൂസ്. അന്ന് മൊബൈലൊന്നുമില്ല. ഒരു ന്യൂസ് പിന്നെ AG's ഓഫീസിലെത്തുന്നു. പിന്നെ ഏകദേശം 6 മണിക്ക് എന്ത് വേണം, അവർ ഉടനെ ഒരു പന്തകൊളുത്തി പ്രകടനം തീരുമാനിച്ച്, അത് തീരുമാനിച്ചത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പുറപ്പെടുക. ഒരു 10-15 ആൾ ഉണ്ട് എങ്കിലും M. സുകുമാരൻ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ സുകന്യയുടെ അച്ഛനൊരു നാരായണൻ മാഷുണ്ട്, അവരടക്കം ഹമീദ്, അവരൊക്കെ എനിക്ക് വളരെ പരിചിതവും വാത്സല്യത്തോടെ. ഈ PSC ചെയർമാനായ ഒരു ഗംഗാധരക്കുറുപ്പുണ്ട്, അവരെ കൂടെ ഞാനും പിന്നെ പന്തം കൊളുത്തി പ്രകടനത്തിൽ, എൻ്റെ കയ്യിൽ പന്തമില്ലായിരുന്നു, ഈ ടയർ കത്തിച്ചിട്ടൊക്കെയാണ് പന്താക്കിയത്. ആ ജാഥയിൽ പങ്കെടുത്തത് ഒരു പൊളിറ്റിക്കലൈസേഷനായിരുന്നു എൻ്റെ മനസ്സിൽ. ചൈത്രത്തിൻ്റെ ചിതാഭൂമികളിൽ വീണ്ടും ഒരു പൂവായി കണ്ണു തുറക്കും കുഞ്ഞേ. ഗാന്ധാരി കരഞ്ഞു മടങ്ങിയ പുത്രവിയോഗ മുഹൂർത്തത്തിൽ വീണ്ടും വില്ലു തൊടുക്കാനുഴറിയ വീരമനസ്സാം കുഞ്ഞേ. നീയാണിവിടെ ചുരമാന്തിയ ചുടലപ്പോതിക്കൊരു പ്രതികാരം. നീയാണിവിടെ കുരുതിച്ചോര കുടിച്ച കിരാതങ്ങൾക്കൊരു പരിഹാരം. ഈ തരിശും താഴ്വരയും പുൽമേടുകളും ഈ പൂക്കാലം കാത്തുകിടക്കും കാവുകളും ഈ പുഴയോര പുഞ്ചകളും തീരക്കാടുകളും മണിമേടകളും നിന്റേതാക്കാൻ, നിന്റേതായി ശാശ്വതമാക്കാൻ. 1980 കല്യാണം കഴിഞ്ഞ്. ഞാനപ്പോൾ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതി നിൽക്കുന്ന കാലഘട്ടമാണ്. കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ച് പോലും ഇല്ലാത്തൊരു സമയം. ആ സമയത്ത് അന്വേഷണം വന്നത്. അപ്പോൾ കല്യാണം വേണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാനുള്ളത്. പക്ഷേ വീട്ടുകാരെല്ലാം ഇങ്ങനെ ഒരാളെ പിന്നെ കിട്ടൂല എന്ന് ആ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചു വന്നപ്പോൾ റിസൾട്ട് വന്നു, പാസ്സായി. അപ്പോൾ പഠിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. ഞാൻ പറഞ്ഞപ്പോൾ പഠിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അവിടുത്തെ സാഹചര്യവും അന്നത്തെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം വെച്ചിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും പഠിക്കാൻ തുടങ്ങി. ഡിഗ്രി SNൽ തന്നെ ചേർന്നു. അന്ന് പഠിക്കാൻ തുടങ്ങി. ഓരോ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നിർത്തുന്നെന്ന് പറയും. അപ്പോൾ ഓരോ സമയം പെരുകേറ്റിട്ട് എങ്ങനെയെങ്കിലും ഡിഗ്രി എടുക്കണം, എന്നാൽ ഒരു ജോലിക്ക് ശ്രമിക്കണമെങ്കിൽ മിനിമം ഒരു ഗ്രാജുവേഷൻ വേണമെന്നുള്ള ഇത് ഇവർ പിന്നിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവർ കവിയായതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതുവരെ കണ്ണൂർ പോലും കാണാത്ത ആളാണ്, ടൗണൊന്നും കാണാത്ത ആൾ. അപ്പോൾ ഒരുപാട് ആളെ പരിചയപ്പെടാൻ പറ്റി. നമ്മളെ ഒരു കേന്ദ്രം ദേശാഭിമാനി ബുക്ക് ഹൗസാണ്. അന്ന് അവിടെ വിജയൻ എൻ്റെ മോളിട്ട പേര് അവിടെ AKGൻ്റെ ഫോട്ടോ കണ്ട് വിജയൻ AKGൻ്റെ അടുത്ത് നമുക്ക് പോകാമെന്ന് പറയാം. ദേശാഭിമാനി ബുക്ക് ഹൗസ് പോകാമെന്നല്ല, വിജയൻ AKGൻ്റെ അടുത്ത് പോകാമെന്ന്. അവിടുന്ന് ഒരുപാട് ആളെ കാണാൻ പറ്റി. വലിയ സാഹിത്യകാരന്മാരെയും പിന്നെ ഇവരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ EMS മാമ്പൂതിരിപ്പാട്, അയ്യപ്പ പണിക്കർ, ഹൃദയകുമാരി, അങ്ങനെ ഒരുപാട് ആളെ പരിചയപ്പെടാനോ പിന്നെ വിജയമാഷ പോലത്തെ വലിയൊരാളെ സ്നേഹം
അടുത്തറിയാനും പറ്റിയത് ഇവർ. കുഞ്ഞപ്പാട്ടി സ്ഥലം എടുക്കുന്ന മുതൽ അതെ, കുഞ്ഞപ്പാട്ടിനെ അറിയാലോ. പിന്നെ വീടെടുത്ത് പിന്നെ സ്ഥിരതാമസാക്കുമ്പോൾ പിന്നെ നമ്മളൊരു വീട് മാതിരി തന്നെ കുഞ്ഞപ്പാട്ടൻ്റെ ഏട്ടന്മാരിയും കുഞ്ഞപ്പാട്ടൻ അനിയന്മാരിയായി. എൻ്റെ ആവശ്യത്തിനും കുഞ്ഞപ്പാട്ടൻ പിടിക്കും, ഞാൻ ഓടിയെത്തും പറ്റുമെങ്കിൽ. അങ്ങനെയാണ് ഇതുവരെ അങ്ങനെ പോകുന്നു. രവി, എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം നിങ്ങൾക്കെല്ലാം അത്ഭുതം തോന്നും കേട്ടാ. ഈ നാടൻ പച്ചക്കറി ആയാലും പഴമായാലും നാടൻ പച്ചക്കറി എവിടെയുണ്ടോ രവി എത്തിച്ചത്. മായം കുറഞ്ഞ ഒരു പച്ചക്കറി ഞാൻ ഓട്ടോ എടുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഏത് ഭാഗത്തും കാണും. കുഞ്ഞപ്പാട്ടൻ നാടൻ പഴം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 കിലോയിലും നിന്ന് കളി. 2 കിലോ ഞാൻ കൊണ്ട് കൊടുത്താൽ 3-ാമത്തെ ദിവസം പറയും രവി പഴം തീർന്ന്. എനിക്ക് ഷുഗർ ഇല്ല. എന്നോട് പറയാ, ഞാൻ പലയാളും വന്നിട്ട് ഞാൻ കൊടുത്തത് തീർത്തതാണ്. കുഞ്ഞപ്പാട്ടൻ തേച്ചും കഴിക്കുന്ന നമുക്കറിയാം. പിന്നെ ഷുഗർ പ്രഷറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എൻ്റെ മുഖ്യാഹാരം പഴമാണ്. കുറച്ച് നമ്മളൊരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കാണാത്ത ദിവസം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ആയിട്ട് എത്തിപ്പെടൂല. ഞാൻ ഒന്നുമില്ലെങ്കിൽ 1 കിലോ പഴം മേടിച്ചിട്ടോ എന്തെങ്കിലും കുഞ്ഞപ്പാട്ടിൻ്റെ പച്ചക്കറി വാങ്ങിയിട്ടോ ഇവിടെ വരും ഒരു ദിവസം. അങ്ങനെ കാണാതിരിക്കൂല. പിന്നെ കുഞ്ഞപ്പാട്ടിൻ്റെ കവിത ആദ്യമായിട്ട് കുഞ്ഞപ്പാട്ടം കഴിഞ്ഞാൽ പിന്നെ ഞാനന്ന് ശരിക്കും പറയാൻ വെച്ചാൽ കാണുക. കാരണം ഞാനായത് ഇമെയിൽ അയച്ചു കൊടുക്കും. അപ്പോൾ ഞാനൊന്ന് വായിക്കും, വായിക്കാണ്ട് അയക്കുകയേ ഇല്ല. ഞാൻ എന്തായാലും ഒന്ന് വായിച്ചിട്ടേ അയക്കലുള്ളൂ. ഇപ്പോൾ ഞാൻ ഇമെയിലാണ് അധികം കവിത അയക്കല്. അപ്പോൾ ഞാനൊന്ന് വായിക്കും, വായിച്ചിട്ട് അവിടെ കൊടുത്തിട്ട് അയക്കും. എന്തായാലും ഞാൻ വായിക്കാത്തൊരു കവിത ഉണ്ടാവില്ല. രക്തസാക്ഷികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയ ഐക്യം, ആ ഹൃദയ ഐക്യമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സൈമൺ ബ്രിട്ടോയെ പോലുള്ള, അതുപോലെ തന്നെ സുധീഷിനെ പോലുള്ള രക്തസാക്ഷികൾ, അവരെ പറ്റിയൊക്കെ അദ്ദേഹം എഴുതിയ കവിതകൾ, അത് തിളച്ച് മറിയുന്ന വിപ്ലവത്തിൻ്റെ വീര്യം അത് ഉൾക്കൊള്ളുമ്പോഴും ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ വിങ്ങുന്ന ഒരു ഹൃദയത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയുമായിരുന്നു. അതാണ് കവിത, അതാണ് കവിത എപ്പോഴും മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയം. അടിയന്തരാവസ്ഥ പിന്നെ 73 മുതൽ 75 വരെയാണ് ഞാൻ തിരുവനന്തപുരത്തുണ്ടായത്. ജോലി അന്വേഷിച്ച് പോയതാണ്. 73 ഏപ്രിൽ അവസാനം എത്തി. കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് ഞാൻ. 75 മെയ്യിൽ ആരംഭത്തിൽ ഞാൻ അവിടുന്ന് ഇലക്ട്രിസിറ്റിയിൽ നിയമനം കിട്ടി വയനാട്ടിലേക്ക് പുറപ്പെടുന്നു. വയനാട്ടിലാണ് ഞാൻ ജോയിൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ ജൂണിലാണ് 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ ഈ 3 വർഷത്തിൻ്റെ അവസാനത്തെ 2 വർഷവും ഒരു അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷമായിരുന്നു. അടിയന്തരാവസ്ഥ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണ്, അത് പലർക്കും ഇന്ന് അറിയില്ല. ഏറ്റവും രൂക്ഷമായ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യലും പിന്നെ AG's ഓഫീസിൻ്റെ ജീവനക്കാരെ പിരിച്ചുവിടലും, അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്വേച്ഛാധിപത്യം ആ സമയത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടും മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. അന്നേരം എൻ്റെ ഈ തിരുവനന്തപുരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം എഴുതിയ, തിരുനഗരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം എഴുതിയ അതേ മൂഡിൽ യക്ഷിണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കവിത എഴുതി. അത് പിന്നെ അന്ന് അപകടകരാണെന്നറിയാം. എന്നിട്ട് അതിൻ്റെ യാദൃച്ഛ്യമായിട്ട് ഈ ചിന്തയുമായിട്ട് എനിക്ക് എല്ലാ ഇടതുപക്ഷമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. ചിന്ത, ഈ MP പരമേശ്വരൻ, C ഭാസ്കരൻ, പിന്നെ ചിന്താ രവി, അനിയൻ, EMSൻ്റെ മകൻ അനിയൻ ആ സമയത്താണ് അവിടെ ഏറ്റെടുത്തത്. ഞാൻ പോയപ്പോൾ എന്നെ വളരെ വാത്സല്യത്തോടെ അവരൊക്കെ, കാരണം എഴുത്തുകാരൻ്റെ നിലക്ക് ഞാൻ ദേശാഭിമാനിയിലൊക്കെ അപ്പോൾ എഴുതാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ദേശാഭിമാനി ബുക്ക് ഹൗസ്, പിന്നെ MG റോഡിലെ ബുക്ക് ഹൗസിൽ ഇരിക്കുമ്പോൾ അവിടെ അനിയൻ വന്നു. അനിയൻ എന്നാണ് നമ്മൾ പറയുക, EM ശ്രീധരൻ എന്നാരും പറയില്ല. തന്നെ അന്വേഷിച്ചാൽ ഞാൻ ചിന്തയുടെ പിന്നെ വിശേഷാൽ പ്രതിയുണ്ട്. ചിന്ത അന്ന് ഒരു കൊല്ലത്തിൽ പ്രൗഢമായ ഒരു പിന്നെ ഇത് ഇടതുപക്ഷ സാഹിത്യവും ഒരു കവിത തരണം തനിക്ക്. ഞാനിത് കൊടുക്കാനൊരു അവസരം കാത്തിരിക്കും. ഞാനത് കൊടുത്തു. പുള്ളി വായിച്ച് വളരെ സൗമ്യമായിട്ട് ചിരിച്ചിട്ട്, തനിക്ക് ജയിലിൽ പോകാൻ ധൃതിയുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ചോദിച്ചു. എനിക്കത് മനസ്സിലായില്ല. പറഞ്ഞെന്താ, ഇത് വായിച്ചാൽ നാളെ തന്നെ പോലീസ് വരും, തന്നെ കൊണ്ടുപോവുകയും ചെയ്യും.
അപ്പോൾ ഏതായാലും പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ ചിന്തേൻ്റെ ആളുകൾ ജയിലിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്താ ടീയിൽ അത്രയ്ക്കുണ്ടാ, അതുകൊണ്ട് ഇത് തൽക്കാലം പ്രസിദ്ധീകരിക്കൊന്നും വേണ്ട, വേറൊരു കവിത തന്നാൽ മതിയെന്ന്. അന്നേരമാണ് അത്രയൊക്കെ വളരെ ഫ്രീ ആയിട്ട് എഴുതാമെന്നുള്ള അവസ്ഥയിൽ ഇതൊക്കെ സൂക്ഷിച്ച് വേണം. പിന്നെ കാര്യങ്ങൾ വളരെ ഇതാണ്. പിന്നെ തടവിൽ പോയാൽ നമ്മൾ കാണുകയില്ല ഏകാന്തത. അതുകൊണ്ട് ഈ ചെറുപ്പത്തിൽ തൊഴിലന്വേഷിച്ച് വന്നാവണ്ട, വേറൊരു കവിത തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ സമയത്തൊക്കെ ഒരു ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചേരുവ എൻ്റെ മനസ്സിൽ തിളക്കുമായിരുന്നു. അത് ഐക്യപ്പെടുക എന്ന് പറയുന്നില്ലേ, ചിലിയൊക്കെ എൻ്റെ ആളായി മാറി. ചിലിയൻ മണ്ണ്, പിനോച്ച എന്ന് പറഞ്ഞ പട്ടാള, അയാളുമായിട്ട് എനിക്കൊരു എതിർപ്പ്, അയാളെ എതിരാളിയായി ഞാൻ മാറി. ഞാൻ മറ്റൊരു പിന്നെ എന്താ പറയണ്ടേ, പാബ്ലോ നിറുതിയായി മാറി. ചിലി എൻ്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു കവിത ചെയ്തിട്ടുണ്ട്. ചെമ്പയിരുകൾ ഉദയം കാത്ത് കിടക്കും ചിലിയുടെ ചോരക്കുഴലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരംഭിക്കുന്നത്. ആ താളമൊക്കെ തനിയെ വന്നതാണ്. ഉദയം കാത്ത് കിടക്കും ചിലിയുടെ ചോര ഞരമ്പിൽ പാടി ഉണർത്തി നീ ഒരു ഗാനം. അതായത് ഇയാളെ പാബ്ലോ നെരൂദ. ആ കവിതയൊക്കെ പിന്നീട് അച്ചടിച്ച് വന്നിട്ടുണ്ട്, എൻ്റെ സമാഹാരത്തിലുണ്ടാവും. അങ്ങനെ ഞാൻ അബോധമായിട്ട് AG's ഓഫീസിലെ സമരം, പിന്നെ ചിന്തയായിട്ടുള്ള ബന്ധം, പിന്നെ PT ഭാസ്കർ പണിക്കർ, പാബ്ലോ നെരൂദ എന്നെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഇന്നാണ് അത് തോന്നുന്നത്. അബോധമായിട്ട് ഞാനൊരു പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടുവാണ്. പിന്നീട് എനിക്ക് പഴയ കവിത എഴുതാൻ പറ്റില്ല. അങ്ങനെയാണ് വേണമെങ്കിൽ ഒരു വിപ്ലവ കവി എന്നൊക്കെ പറയപ്പെടുന്ന ആ പദപ്രയോഗത്തിനെ അർത്ഥവത്തായിത്തീരുന്നത് അങ്ങനെയാണ്. നേരിട്ടു വെട്ടി മരിച്ചവർ പൂർവികരവരുടെ ചോരതൻ പിന്മുറക്കാർ, പച്ചോല കെട്ടി വലിക്കുമെന്നോരുന്നൊരമ്മതൻ കാമിതം കണ്ടെടുത്തോർ, ഒരു മാത്ര ഞെട്ടിത്തരിച്ചുവോ ചുവടുകൾ, ഒരു വട്ടമൊന്നു പിഴച്ചുവോ, ഇല്ലില്ല പടനിലം കാണും പടനായർ പോലെന്റെ പോരാളി മക്കളൊരുങ്ങി നിന്നു. പിന്നെ ചുരികയും ചതികളും കണ്ടുമുട്ടി, പിന്നെ പൂഴിത്തരികളിൽ ചോര വീണു, എന്റെ പോരാളി മക്കൾ പിടഞ്ഞൊടുങ്ങി. തേജസ്വിനി എഴുതാനുള്ള കാരണമല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സാധാരണക്കാരായ 3 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രവർത്തകർ. അവർ അടി പിടി എതിരാളി ഒന്നും ചെയ്തില്ല. ഈ നായനാർ ആണ് തൃക്കരിപ്പൂര് ഉൾപ്പെടുന്ന നിയോജകമണ്ഡലത്തെ സ്ഥാനാർത്ഥി. അന്നേരം ആ സ്ഥലത്തെ പ്രവർത്തകർ അന്ന് വോട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ ഓഫീസിൽ ഇരുന്നിട്ട് ഈ വോട്ടിനെ കുറിച്ചൊരു കണക്കെടുക്കുമായിരുന്നു റിപ്പോർട്ട് അനുസരിച്ച്. അവിടെയാണ് പിന്നെ പെട്ടെന്ന് എതിരാളികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് എതിരാളികൾ തീ കൊളുത്തുമായിരുന്നു ആ ബിൽഡിങ്ങിനകം. നേരം ആ ചെറിയ പാർട്ടി ഓഫീസിലെ സാധാരണ പ്രവർത്തകർ 5-6 പ്രവർത്തകരിൽ 3 പേര് അല്ല 4 പേര് വെന്ത് മരിക്കുന്നു. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവർ എതിരാളികളല്ല, നേതാക്കളല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പകൽ മുഴുവൻ അധ്വാനിച്ച വോട്ടിൻ്റെ കണക്ക് വോട്ടെണ്ണി നായനാരുടെ വിജയം പ്രഖ്യാപിച്ചു. എൻ്റെ വാടക വീട്ടിൻ്റെ മുമ്പിലൂടെ ഒരു റോഡുണ്ട്. പന്തം കൊടുത്ത് പ്രകടനം, ആവേശം, നായനാർ വിജയിച്ചതിൻ്റെ. തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം. അന്നേരം എനിക്ക് ആ സന്തോഷത്തിലൊന്നും പങ്കുകൊള്ളാനാവുന്നില്ല. പിന്നെ ഇവരാണ്, അതായത് നായനാരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരേ ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ തീ കൊളുത്തി മരിച്ച അതെൻ്റെ മനസ്സിൽ ഒരു തേങ്ങലായിട്ട്, അങ്ങനെ ശരിക്ക് തേങ്ങലായിട്ടാണ്
ഏകദേശം 10 മണിക്ക് എനിക്ക് ഈ ഉള്ളിൽ വിങ്ങലുണ്ട്. എന്നിട്ട് ഞാൻ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു. എൻ്റെ മോളും ശൈനിയും ഉറക്കായി. ഏകദേശം 11 മണി. ആ 11 മണിക്ക് എൻ്റെ കവിത വരാൻ തുടങ്ങി കഴിഞ്ഞാൽ 2-2:30 മണിക്കാണ് എനിക്ക് ഉറക്കാൻ കഴിഞ്ഞത്. അത് ഞാൻ പാടിയിട്ടാണ്. ഇനിയൊരിക്കലീ ജീവിതം ഭൂമിയിൽ തിരികയില്ലെന്ന തിരകളിൽ മുങ്ങവേ ചിരിതുടിക്കും കുരുന്നുകൾ മക്കളെ പകരമായി തന്നു പോകുന്നു ഞങ്ങൾ. ഇവരെ മനസ്സിൽ കിടന്നിട്ട് ചിരിതുടിക്കും കുരുന്നുകൾ മക്കളെ പകരമായി തന്നു പോകുന്നു ഞങ്ങൾ. വേറെ എന്തുണ്ട് ഞങ്ങൾക്ക് നൽകുവാൻ, വേറെ എന്തുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ശരിക്കും ഇപ്പോഴും ഞാൻ ഗദ്ഗതായി, എൻ്റെ കണ്ണ് നിറഞ്ഞ് നിർത്തി. അങ്ങനെ പാടിയിട്ട് എഴുതുമല്ല ഇതിന്. പിന്നെ അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് ബൈഹാർട്ടായി ഞാൻ ചൊല്ലിയതൊക്കെ. ഇനിയൊരിക്കലീ ജീവിതം ഭൂമിയിൽ തിരികയില്ലെന്ന തിരകളിൽ മുങ്ങവേ ചിരിതുടിക്കും കുരുന്നുകൾ മക്കളെ പകരമായി തന്നു പോകുന്നു ഞങ്ങൾ, പകരമായി തന്നു പോകുന്നു ഞങ്ങൾ. വേറെ എന്തുണ്ട് ഞങ്ങൾക്ക് നൽകുവാൻ. ഇതൊക്കെ അവരിലൊരാളായി ഞാനങ്ങ് മാറി. ചീമേനി പാടുന്നു, രക്തസാക്ഷികൾ പാടുന്നു, കവി പാടുന്നു. രക്തസാക്ഷി പാടുന്നത് ഈ പറഞ്ഞ വീണവർ ഞങ്ങൾ. ഈ ചീമേനി ഒരു അമ്മയായി വന്നിട്ട് പാടുന്നു, വീണുപോയ മക്കളെ നിങ്ങൾ. അങ്ങനെ 5 ഭാഗമായിട്ട് പിന്നെ അവസാനം കവി കാലമായി പറയുന്നു. എന്നിട്ട് അത് ആണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഒരു ആഹ്വാനം പോലെ കവി കാലമായി പറയുന്നു. അതാണ് എൻ്റെ രക്തസാക്ഷി കവിതകളുടെ ഒരനുഭവം. സഫ്ദർ ഹാഷ്മി, ഇവിടെ നീ അവസാനിക്കുന്നില്ല. പാതകം ആയുധം ധരിച്ച് അതിക്രമിച്ചു കടന്ന ഈ തെരുവിൽ സഫ്ദർ ഹാഷ്മി, നിന്റെ നാടകം അവസാനിക്കുന്നില്ല. സഫ്ദർ ഹാഷ്മി, ഇടറിയുലയും താരാട്ടുകൾക്കും തിരയടിക്കും നിലവിളികൾക്കുമിടയിൽ ഊഞ്ഞാലാടിയ നീ, പിറക്കാനിരിക്കും പുലരിച്ചോപ്പിനും ഇരുണ്ട 4-ാം യാമത്തിനുമിടയിൽ പൊരുതിപ്പാടിയ നക്ഷത്രമായി നീ. വേഗം കൂടിയ ചുവടുകൾക്കും പടയോട്ടക്കെടുതികൾക്കുമിടയിൽ പെൻഡുലമായി പിടഞ്ഞു നിന്ന നീ, ഇന്നുകൾ കൂർജ നദിയായി, നാളെകൾ കുതയത്തിന്റെ നട്ടെല്ലായി. സഫ്ദർ, നീ ഞങ്ങളിൽ ബാക്കി നിൽക്കുന്നു. കുഞ്ഞപ്പ എന്ന കവിയെ എനിക്ക് എക്കാലത്തും ആരാധ്യനായി കാണാൻ കഴിയുന്നത്, അതിന് പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ തന്നെ സവിശേഷതയാണ്. വിദേശത്തായിരിക്കുന്ന കാലത്ത് പോലും കുഞ്ഞപ്പയുടെ കൃതികൾ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരുന്നു, വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. കവിതകളെ ഞാൻ ശ്രദ്ധാപൂർവം അല്ലെങ്കിലും തീർച്ചയായിട്ടും വായിക്കുകയും പല കവിയരങ്ങുകളിലും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്കൊന്ന് ബോധ്യമായി. കുഞ്ഞപ്പയുടെ കവിതയുടെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ കണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ ബോധ്യം, വിട്ടുവീഴ്ചയില്ലാത്ത ആർജവം, വിട്ടുവീഴ്ചയില്ലാത്ത തികച്ചും സ്വാർത്ഥമുക്തമായ ഒരു മനുഷ്യ വ്യക്തിത്വം, ഒരു യൂണിവേഴ്സൽ സ്നേഹമാണ് വ്യക്തി എന്ന നിലയിൽ കുഞ്ഞപ്പയെ ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ നേരിൽ കാണുമ്പോഴും ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു തെളിച്ചം, ഒരു സ്നേഹത്തിൻ്റെ തെളിച്ചം അദ്ദേഹത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അവിടുത്തെ പാർലമെൻറ്റ് ഉദ്ഘാടനം എന്നൊരു ഏർപ്പാടുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കളെ വിളിക്കുക. ഒരു ദിവസം ഏതോ അധ്യാപകർ വന്നിട്ട് പറഞ്ഞു, AKG കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. AKG നാളെ ഈ വഴി പോകുന്നുണ്ട് കല്യാടൊരു മീറ്റിങ്ങിന്. ചിലപ്പം ബന്ധപ്പെട്ടാൽ നമ്മുടെ സ്കൂൾ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ AKG വരെ സംബന്ധിച്ച് സിമ്പിളായിട്ട്
വന്നിട്ട് അവൾക്ക് AKG കുറിച്ചുള്ള സങ്കല്പം ഭയങ്കരമാണ്. ആടെ അടുക്കുക വന്നിട്ട് നമ്മളൊരാളെ പോലെ, ആ കുട്ടികളെ നിങ്ങളുടെ പാർലമെൻറ്റാണല്ലേ, ഞാൻ മറ്റൊരു പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഇന്ത്യൻ പാർലമെൻറ്റ്. നിങ്ങൾ അത് ഉദ്ഘാടനം അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവിടെ നെഹ്റുവാണ് നിങ്ങൾക്കറിയാം പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയോടൊക്കെ ചോദ്യം ചോദിക്കും ഞാൻ. അന്നേരമാണ് ഞാൻ അന്തപ്പെടുന്നത്. നെഹ്റു എന്ന് പറഞ്ഞാൽ വലിയതാണ്. നെഹ്റുവിൻ്റെ അടുത്തിരുന്നിട്ട് നെഹ്റുവിനോട് ചോദ്യം ചോദിക്കല്ല, വിമർശിക്കുകയല്ല ചെയ്യും നമ്മൾ. നിങ്ങൾ സ്കൂൾ പാർലമെൻറ്റും അങ്ങനെ വിമർശിക്കാൻ കഴിയണം. നിങ്ങളുടെ ലീഡർ ആരാ, അവർ ചെയ്യേണ്ടതെന്ന് ചെയ്തതിന് വിമർശിക്കണം. അതാണ് പാർലമെൻറ്റ്, അതാണ് ജനാധിപത്യം. പിന്നീട് അടിയന്തരാവസ്ഥയുടെ മൂർധന്യത്തിൽ 75 to 76 വരെ ഞാൻ വയനാട്, 76 ശ്രീകണ്ഠപുരത്ത് കേശറായി വന്നപ്പോൾ AKGയുടെ അവസാന നാളുകളായിരുന്നു. വന്നപ്പോൾ പരിപ്പായി എന്ന് പറയും ശ്രീകണ്ഠപുരത്തൊരു സ്ഥലത്തൊരു ചെറിയ മീറ്റിംഗ് വെച്ച്. ആ മീറ്റിങ്ങിൽ വന്നപ്പോൾ സുശീലയും കൂടി ഉണ്ടായിരുന്നു. AKG തീരെ വയ്യ. നേരം ഒരു അരമണിക്കൂർ ഇരുന്നിട്ടാണ് സംസാരിച്ചത്. 1979 ഒരു ഡിസംബറിൽ കണ്ണൂർ ടൗൺ ഹാളിൽ അവതരിപ്പിച്ച കാവ്യനാടകമാണ് ഞങ്ങൾ ചരിത്രത്തിൻ്റെ ചോരത്തുള്ളികൾ. ഈ പ്രതിജ്ഞാബദ്ധമായ ഇന്ത്യൻ ബാലെ എന്ന് കുഞ്ഞപ്പ പട്ടാനൂർ തന്നെ വിശേഷിപ്പിച്ച ഈ നാടകത്തിൻ്റെ ശീർഷകവും അദ്ദേഹം തന്നെയാണ്. സംവിധാനം ചെയ്തത് ഡാൻസർ PKR പണിക്കർ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അവതരണം എൻ്റെ ശബ്ദത്തിലായിരുന്നു. അപ്പോൾ ഈ ശബ്ദത്തോടു കൂടി സദസ്സ് നിശ്ചലമാവുകയാണ്. അതിങ്ങനെയായിരുന്നു: യുഗങ്ങൾക്ക് മുമ്പ് ഒരു നീലനദിയുടെ സമതലത്തിൽ അവൻ പിറന്നു വീണു. താഴ്വരയിൽ ചൈത്രങ്ങളും ശിശിരങ്ങളും ചിറകടിച്ചു. ചാവുകടലിലും തിരമാലകൾ കോളുകൊണ്ടു. കലിംഗയിൽ കബന്ധങ്ങൾ കുന്നുകൂടി. അപ്പോഴെല്ലാം അജയ്യനായി നിലനിന്ന അവനാണ് മനുഷ്യൻ. നീലനദിയുടെ സമതലങ്ങളിൽ ശവകുടീരങ്ങൾ ഉയർന്നു. ഗോദാവരിയുടെ കാടുകളിൽ വിരഹത്തിൻ്റെ തേങ്ങലുകൾ ഉയർന്നു. അപ്പോഴെല്ലാം അടിച്ചമർത്തപ്പെട്ടവനെങ്കിലും അജയ്യനായി നിലനിന്ന അവനാണ് മനുഷ്യൻ. ചിക്കാഗോ തെരുവിൽ ചിതറിത്തെറിച്ച ചോരയിൽ അമർഷം പൂണ്ട് എല്ലാ തെരുവുകളിലും തിളച്ചുരുകിയ ചോരയായ അവനാണ് മനുഷ്യൻ, അവനാണ് കാലം, അവനാണ് ചരിത്രം. ഞങ്ങൾ ചരിത്രത്തിൻ്റെ ചോരത്തുള്ളികൾ. AKG അറാഫത്ത് സൈമൺ ബ്രിട്ടോ എന്ന ചെറിയ കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്, സുഗുണൻ്റെ പ്രസ്സിലടിച്ചിട്ട്. ആ കവിതയ്ക്ക് ഒരു അവതാരിക വേണം. അത് EMS ആയാലും ഗംഭീരമായിരിക്കുന്നൊരു തോന്നൽ. പക്ഷെ പലരും പറഞ്ഞ് EMSൻ്റെ ഒന്നും കിട്ടൂല, ജനറൽ സെക്രട്ടറിയാണെന്ന്. കൽക്കത്തയാണ് ഇന്നത്തെ പാർട്ടിയുടെ ആസ്ഥാനം, ഡൽഹിയിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഈ അഡ്രസ്സൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ട് രജിസ്റ്റേർഡായിട്ട് അയച്ചു കൊടുത്തു. വളരെ അധികാരത്തോടെ, സഖാവേ എൻ്റെ ഒരു കവിതയാണ് ഇന്ന പേരിൽ ഒരു അവതാരിക അയച്ചു തരണം. ആരൊക്കെ എന്നെ പറഞ്ഞ് EMS ഒന്നും കിട്ടൂലേ വെറുതെ. ഞാൻ അത് കിട്ടും നോക്കാം. ഉടനെ മറുപടി വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയാണ്. ഇട്ടിട്ട് കൽക്കത്തയിൽ നിന്ന് പാർട്ടി ലെറ്റർ, സഖാവേ ഇപ്പോഴ് പാർട്ടി CC കൂടാനുള്ള പിന്നെ തയ്യാറെടുപ്പിലാണ്. CC കഴിഞ്ഞാൽ എനിക്ക് സഖാവിൻ്റെ ലേഖനം വായിക്കാൻ പറ്റും, അതുവരെ കാത്തിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കത്ത്. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഒരു മാസമോ മറ്റോ കഴിഞ്ഞതിന് ശേഷം, അത് കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി സെക്രട്ടറി, എന്നെ വിളിച്ചിട്ട് ശ്രീനിവാസനാന്ന് തോന്നുന്നു, വിളിച്ചിട്ട് കോടിയേരി മേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് കോടിയേരിക്ക് കൊടുത്തു. കുഞ്ഞപ്പ അടിയന്തരമായിട്ടൊന്ന് പാർട്ടി ഓഫീസിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞു. അടിയന്തരമായിട്ട് അങ്ങനെ അങ്ങ് വരാൻ പറ്റുമോ? വരണം. ഞാൻ പറഞ്ഞു എന്താ കാരണമൊക്കെ വന്നിട്ട് പറയാം. നാളെ മതിയും, നാളെ പോരാ, ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. ഞാൻ എന്തായത് പോയി നോക്കുമ്പോൾ എടുത്ത് തന്നിട്ട് ഇത് C കൊണ്ടുവന്നതാണ്.
പാർട്ടി CCക്ക് പോയപ്പോൾ, CCയിൽ അന്ന് മെമ്പറാണ് C കണ്ണൻ, കൽക്കത്തയിൽ പോയപ്പോൾ EMS നേരിട്ട് കൊടുത്തതാണ്. ബൈ ഹാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്, കയ്യിൽ കൊടുത്തു. അത് കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് EMSൻ്റെ ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നേരിട്ടേ തരാൻ പറ്റൂ. അതുകൊണ്ടാണ് അതിൻ്റെ അവതാരിക ഇപ്പോൾ രേഖയാണ്. പരിസ്ഥിതി, അതുപോലെ സ്ത്രീ, പ്രകൃതി, ഇങ്ങനെയുള്ള പല വേർതിരിവുകളെയും മറികടക്കാൻ എനിക്ക് തോന്നുന്നത് അതിന് പട്ടാന്നൂർ കവിതയെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകം അമ്മ എന്ന ബിംബം തന്നെയാണ്. ഇപ്പം നർമ്മദയിലായാലും വയലുകളിലായാലും അല്ലെങ്കിൽ അതുപോലുള്ള ഏത് കവിതയിൽ പ്രകൃതിയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഏത് കവിതയിലായാലും രാഷ്ട്രീയമായിട്ടുള്ള മിത്തുകൾ ഒരുപാട് കുഞ്ഞപ്പൻ നിർമ്മിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കവിതയിലൊക്കെ കാണാം. യഥാർത്ഥത്തിലുള്ള കൂത്തുപറമ്പിനെ അല്ല കുഞ്ഞപ്പ കൂത്തുപറമ്പ് കവിതയിൽ അതിലേക്ക് കൊണ്ടുവരുന്നത്. കൂത്തുപറമ്പിലുള്ള ചരിത്ര വസ്തുതകൾ എന്താണ് എന്നോ, 5 പേർ അവിടെ കൊല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവിടെ വെടികൊണ്ട് വീണു എന്ന ഒരു ചരിത്ര വസ്തുതക്ക് അതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുരാവൃത്തങ്ങൾ ആ കവിതയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുഞ്ഞപ്പ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. തേജസ്വിനിയിൽ അതുണ്ട്, പല രക്തസാക്ഷി കവിതകളിലുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് നടന്നിട്ടുള്ള ഭീതിതമായിട്ടുള്ള ആക്രമണങ്ങളെ മുഴുവൻ കുഞ്ഞപ്പ പല ആക്രമണങ്ങളെയും കവിതയാക്കി മാറ്റിയിട്ടുണ്ട്. വീണതൊരു പർവ്വതം ഉദയപർവ്വതം, വീണതൊരു പർവ്വതം ഉദയപർവ്വതം, വിണ്ണിൽ നിന്നല്ല, വിണ്ണിന്റെ വിധികളിൽ നിന്നല്ല, ബോധവും ബോധനങ്ങളും ധീരചിന്തതൻ സൂര്യോദയങ്ങളും കൊണ്ടുവന്നതീ ബോധിസത്തമൻ. മണ്ണിൽ നിന്നാണ്, മണ്ണിന്റെ നൊമ്പരങ്ങളിൽ നിന്നാണ് 100 പൂക്കളും സൗരഭങ്ങളും കായ്കളും കനികളും സ്നേഹശേഖരങ്ങളും കൊണ്ടുവന്നതീ വൃക്ഷസ്വരൂപൻ. പിന്നെ എൻ്റെ 3 പുസ്തകങ്ങൾ EMS പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ വിപ്ലവഗാനങ്ങളാണ്. അത് വിപ്ലവഗാനങ്ങൾ EMSൻ്റെ ഈ മീഡിയ മീറ്റിംഗ്, വലിയ സ്റ്റേഡിയത്തിൽ വലിയ ജില്ലാ റാലിയോട് അനുബന്ധിച്ചിട്ട് ഞാൻ EMSനെ ബന്ധപ്പെട്ടു. എന്ന് പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് ഇതൊക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ വിപ്ലവത്തിൻ്റെ ഇതുമായിട്ടൊരു വിപ്ലവഗാനം പാടണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ടി പവിത്രനെയും എല്ലാം കൂട്ടിയിട്ട് ഞാൻ മേലെ പോയി. അവൾക്ക് പാട്ടിന് വേറെ ഒന്നുമില്ല, പാടാൻ കഴിഞ്ഞില്ല. റാലി ഇങ്ങനെ വന്ന് സ്റ്റേഡിയം നിറയാണ്. ആ സമയം കൊണ്ട് ഈ പുസ്തകം പുള്ളി വളരെ വായിക്കുവാണ്. വിപ്ലവഗാനത്തിൻ്റെ ചെറിയ പുസ്തകം, എന്നാലും ആടെ വെക്കൊല്ല ചെയ്യണ്ട്. ഈ റാലി അഭിസംബോധന ചെയ്യാൻ വന്ന ഒരാൾ ഒരു പുസ്തകം അങ്ങ് പ്രകാശനം ചെയ്യേണ്ടതാണ്. പിന്നെ എന്നെ ഒന്ന് നോക്കി ഒരു ചിരി ചിരിച്ചിട്ട് ഇത് വായിക്കുവാണ്. വായിച്ച് കഴിഞ്ഞിട്ടപ്പോഴേക്ക് റാലി ഒരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ സ്റ്റേഡിയം അറിയാമെന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കുന്നു. ഞാൻ ബാക്കിൽ തന്നെ ഉണ്ട്. എന്നിട്ടൊരു ചിരിയും ചിരിച്ചിട്ട് ഒന്ന് വിട്ടുപോയി. ഞാൻ എനിക്ക് മനസ്സിലായി, ഒന്ന് വിട്ടുപോയി. കാരണം ഒരു വിപ്ലവഗാനത്തിൽ വിപ്ലവത്തിൻ്റെ എല്ലാ സ്ഥലം കയ്യൂർ, കരിവള്ളൂർ എല്ലാം ഉണ്ട്. ഞാൻ അറിയാം തെലുങ്കാന, അതാണ് EMS. അത്രയും ഇൻറ്റിമസി, പിന്നെ അത്രയും അടുപ്പം. പിന്നെ തലശ്ശേരി ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. ഇങ്ങനെ ആ മനുഷ്യൻ്റെ ലാളിത്യവും വലിപ്പമാണ് EMSയും AKG എന്നെ ആകർഷിക്കുന്നത്. ഏതാണ്ട് 60-കൾ തൊട്ട് കവിതയിൽ ഇടപെടുന്ന കുഞ്ഞപ്പ ഇന്നും ഈ 70 കഴിഞ്ഞ പ്രായത്തിലും അതേ യുവത്വത്തോടെ, അതേ ശക്തിയോടെ, അതേ ശുഭകാംക്ഷയോടെ കവിതയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിഷയവും അദ്ദേഹത്തിന് കവിതാ വിഷയമാകുന്നുണ്ട്. ഇതുപോലെ തുടർച്ചയോടെ കാവ്യസഭരി ചെയ്യുന്ന അപൂർവം വ്യക്തികൾ മാത്രമേ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ചും രാഷ്ട്രീയ കവികൾ. രാഷ്ട്രീയ ആദർശങ്ങൾ പറഞ്ഞു പഴകിയ ഒരു വിഷയമാണ് മലയാളത്തിൽ. എന്നിട്ടും
പുതുമയോടെ ഓരോ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു കുഞ്ഞപ്പ മാഷിന് എന്നതാണ് ഞാൻ കാണുന്ന സവിശേഷത. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ശൈലി. അദ്ദേഹം അനാവശ്യമായ ഒരു പരീക്ഷണങ്ങളും ശൈലിയിൽ അനുവർത്തിക്കുന്നില്ല. പറയുന്ന കാര്യം കൃത്യമായി, ധീരമായി, ശക്തമായി പറയുക. അതിന് ഈണമെങ്കിൽ ഈണം, മലബാറിൻ്റെ തെയ്യത്തിൻ്റെ താളം, സംഗീതം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധങ്ങളായ രീതിയിൽ മലയാളിയുടെ സംവേദനത്തെ ഏറ്റവും തീക്ഷ്ണമായി സ്പർശിക്കുവാനുള്ള കഴിവ് കുഞ്ഞപ്പ മാഷക്ക് ഇത്രയും വർഷം, ഇത്രയും പതിറ്റാണ്ടുകൾ എങ്ങനെ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. പോൽ നിപതിച്ചവൻ, ഉദയം പോൽ അസ്തമിച്ചവൻ, ഉൽക്ക പോൽ നിപതിച്ചവൻ, ഉദയം പോൽ അസ്തമിച്ചവൻ, നരജന്മ ദുരിതങ്ങൾ ചിരിച്ചു വറ്റിക്കുവാൻ ദുരന്ത ദൂരങ്ങളിൽ ഒറ്റയ്ക്കു വഴി പോയതോ, കാലം കലങ്ങിയ പുഴകളിൽ തീരം കാണാത്ത സമതലം തേടി തുഴയറ്റും തുഴഞ്ഞു പോയതോ, ഇന്നിതാ തീരമില്ലാത്ത തീരക്കടൽ പോലെ ജീവിതം തേങ്ങി നിൽക്കുമ്പോൾ, കാറ്റുമൂളാത്ത കായൽ നിലം പോലെ കാലവും കണ്ടു നിൽക്കുമ്പോൾ, മുറിഞ്ഞ വാക്കിൻ മൗനങ്ങൾ മേഘങ്ങളായി, മേഘവേഗങ്ങളായി പെയ്തു പെയ്തുണരുന്നു. പ്രജാപതികൾക്കു മുമ്പിൽ കുനിഞ്ഞു കുമ്പിടും പൂജ്യപാദർക്കിടയിൽ ഒറ്റപ്പെട്ടും, ഒറ്റയാൻ വഴികളിൽ ഒറ്റയ്ക്കല്ലാതെ നടക്കുവാൻ ഒരാൾ രൂപൻ. മാഷ് അവസാന കാലത്ത് പാർട്ടി നടഞ്ഞു നിന്നപ്പോഴൊക്കെ ഏറ്റവും അധികം സങ്കടപ്പെട്ടതും വ്യസനിച്ചതും വരിൽ ഒരാൾ ഞാനാണ്. അന്ന് മാഷ് ധർമ്മടം വിടുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. മാഷോട് ഞാൻ നേരിട്ട് പറഞ്ഞു, മാഷ് എന്തിനാ പോകുന്നത്, മാഷ് പോണ്ടെന്നുള്ള രീതിയിൽ. അന്നേരം മാഷ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ആരോടൊക്കെ പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ, കാരണം ആ വീട് ഒഴിഞ്ഞു കൊടുക്കണം, എന്നെ വിശ്വസിച്ചിട്ടാണ് തന്നത്, അവർക്കിപ്പം വേണമെന്ന് പറയുന്നു അവരുടെ മകളുടെ കല്യാണത്തിന്. മറ്റൊരു വാടക വീട് എടുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം എൻ്റെ പെൻഷൻ തുക ചെറിയ തുകയാണ്. അതെനിക്ക് ഭയങ്കര ഫീലിങ്. ഞാൻ പറഞ്ഞു, എന്നാലും ഇല്ല, ഞാൻ തീരുമാനിച്ചു പോകാൻ, അവിടെ ഒരു ഇടമുണ്ട്, പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ആ സങ്കടം ഇപ്പോഴും എനിക്കുണ്ട്. മാഷ് പോകാൻ പാടില്ല എന്ന്, പോകാതിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മാഷ് ഈ വാക്ക് എനിക്കിപ്പോഴും ഇതുണ്ട്, എനിക്ക് ചെറിയ പെൻഷനേ ഉള്ളൂ, അതുകൊണ്ടൊരു പുതിയ വാടക വീട് കണ്ടെത്താനാവില്ല, അവിടെ ഒരു ചെറിയ ഇടമുണ്ട് കൊടുങ്ങല്ലൂർ, പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ പോയതിന് ശേഷം പിന്നെ അത് പാർട്ടിയായിട്ട് അടഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഫോൺ വിളിക്കാറില്ല മാഷക്ക് പരിപാടിയില്ല, ആരും ക്ഷണിക്കല്ല, ഒറ്റപ്പെട്ട പോലെ ആയപ്പോൾ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാഷക്ക് പ്രയാസമായെന്നറിയാതെ ഞാൻ വിളിക്കുമായിരുന്നു. സന്ധ്യ കഴിഞ്ഞിട്ട് ലാൻഡ് ഫോണിൽ നിന്ന് മാഷ ആ സമയത്ത് എടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ സ്ഥിരമായി ചോദിക്കുന്ന ഒരുപക്ഷെ ഒരു മടുപ്പിക്കുന്നൊരു ചോദ്യമായിരിക്കും ഇത്. ചില ആളെ പേര്, ആ പേര് ഞാനിപ്പം പറയുന്നില്ല, വിളിച്ചിരുന്നോ? ഇല്ല. നാൾ വന്നിരുന്നോ? മാഷുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിച്ച ചില പേരുകൾ, ആ പേര് ഞാൻ അസുഖകരാണ് ഇതുകൊണ്ട് പറയുന്നത്, അവർ മാഷ വിളിക്കാറുണ്ടോ? ഇല്ല. അത് ഒരു 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 ഭയങ്കര പെയിൻഫുള്ളായൊരു സ്വരത്തിലാണ് മാഷ് പെയിൻഫുള്ളായി എനിക്ക് തോന്നിയത്. അത് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. പിന്നെ ഒരു ദിവസം വിളിച്ചു തരാം, അവസാനത്തെ വിളിയാണതെൻ്റെ.
വിളിച്ചു. അന്നേരം മാഷ് ഇങ്ങോട്ട് ഒരു വിശേഷം, നാളെ രാവിലെ തൃശ്ശൂരേക്ക് പോകണം. ഞാൻ പറഞ്ഞു എന്തിന്? മാഷ്ക്ക് അന്ന് ആരോഗ്യമെല്ലാം മോശമാണെന്ന് എനിക്കറിയാം. സുധീഷ് അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു പരിഷത്തിനെതിരെ ഉള്ള കേസ് നമ്മൾ ജയിച്ചു, ഒരു കുട്ടിയെ പോലെ. ഞാനതിന് മാഷെന്തിനാ പോകുന്ന നല്ല രീതിയിൽ അന്ന് മഴയുണ്ട്, വരാൻ കാലത്ത് ട്രെയിനിന് പോകണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ എൻ്റെ സംസാരം അധികം നീട്ടിക്കൊണ്ട സമയമില്ല. അതായത് ഞാനൊരു ശാസനാസ്വരത്തിൽ പറഞ്ഞു, മാഷ് പോകുന്നും വേണ്ട, ഈ മഴ നിറഞ്ഞ സമയത്ത് മാഷ് ആരോഗ്യം മോശമാണെന്ന് പറയാം എനിക്ക്, മാഷ് പോകുന്നും വേണ്ട, ഈ അതിരാവിലെയായിട്ട്. അന്നേരം മാഷ് വളരെ ആഴത്തുനിന്ന് പോയി പറ്റൂ, സുധീഷ് കാത്തിരിക്കും. പിന്നെ പറയേണ്ടത് പൊതുവായ കാര്യം പൊതുവായ സ്ഥലത്ത് തന്നെ പറയണം, പോയേ പറ്റൂ. ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. ആ പോക്ക് കഴിഞ്ഞ് പിറ്റേന്നാണ് മാഷ് തീർന്നു പോയ കാര്യം അറിയുന്നത്. അതിന് ശേഷം ആണ് എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മാഷ് തികട്ടി വരുന്നത്. മാഷ ജീവിതം തന്നെ എനിക്കൊരു സങ്കട കഥയായിട്ടാണ് എൻ്റെ മനസ്സിൽ മുളച്ചിരിക്കുന്നത്. മറ്റ് മാഷ ഫിലോസഫി അത് വ്യക്തിഗതമായി എന്നെ സ്വാധീനിച്ചത് മാഷ ആ നിശബ്ദമായ സഹനങ്ങൾ. ഒരു രാത്രി ഏതോ ക്യാമ്പിൽ പോയപ്പോൾ ഞാനും മാഷും ഒരു റൂമിലായിരുന്നു ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത്. രാത്രി മുഴുവൻ മാഷ് ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഞാൻ കിടക്കും, മാഷി ഉറങ്ങുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ല, കാരണം പാതിര കഴിഞ്ഞിട്ട് മാഷ് ഉറങ്ങാതിരിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ അറിഞ്ഞ് അന്ന് മാഷ് ഭയങ്കര വേദന അനുഭവിക്കുന്ന ഉറക്കം വരായിട്ടാണ്. എന്നിട്ട് എപ്പോഴും മാഷ് പറയുകയും ചെയ്തു, ഇല്ല കണ്ണടച്ച് കിടക്കും, അതിൻ്റെ ഒരു ഇതുണ്ടാവും, ഉറക്കം കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു രാത്രി മാഷ സഹനം ഒരു റൂമിൽ കഴിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ കൂടി മാഷ ഒരു വലിയ ഫിലോസഫറാണ്, വലിയ മഹാനാണ് എന്ന ഒരു ആദരവിലുപരി എം.എൻ. വിജയൻ മാഷ് എന്ന മാനുഷികതയുടെ മൂർത്തിയായ ആ വലിയ മനസ്സിനോട് എനിക്ക് അനുതാപമെന്നോ ആദരവെന്നോ ആരാധനയോ പറഞ്ഞ ഒരു ഫീലിംഗാണ് ഏറ്റവും ഒടുവിൽ എൻ്റെ മനസ്സിൽ ബാക്കിയുള്ളത്. ഇപ്പോഴും ആ ഫീലിങ്ങിന് മാറ്റമൊന്നുമില്ല. നിളയുന്ന നിളയല്ല നീരൊഴുക്കിന്നെൻ്റെ പൊറുതിയുടെ പൊള്ളുന്ന പൊഴി മാത്രം. നിളയുന്നു നിളയല്ല നീരൊഴുക്കിന്നെൻ്റെ നിലവിളിക്കുടയവൾ നേത്രാവതി. നിളയുന്നു നിളയല്ല നീരൊഴുക്കിന്നെൻ്റെ നിലവിളിക്കുടയവൾ നേത്രാവതി. കവിയന്നു കണ്ടതോ കർപ്പൂര സന്ധ്യകൾ, കവിയന്നു കേട്ടതോ കനകച്ചിലമ്പൊലി. കൽവിളക്കരിയുന്ന കർപ്പൂര സന്ധ്യകൾ കറുതി ഇന്നെവിടെയും ഗന്ധകജ്വാലകൾ. കഥനവും കവിതയായി വിളയും ചിലമ്പൊലിക്കറുതി ഇന്നെവിടെയും കുതിരക്കുളമ്പടി. കഴുമരം പുൽകുന്ന രണധീരഗാഥകൾ കറുതി ഇന്നെവിടെയും കൊലവിളിച്ചിന്തുകൾ. നിളയുന്നു നിളയല്ല കാവ്യജലമിന്നെൻ്റെ കവിതയുടെ കത്തുന്ന കാനനങ്ങൾ. നിളയുന്നു നിളയല്ല കാവ്യജലമിന്നെൻ്റെ കവിതയുടെ കത്തുന്ന കാനനങ്ങൾ. കവിയന്നു കണ്ടതോ കാനന പച്ചകൾ, കവിയന്നു കേട്ടതോ കല്ലോല ഗീതികൾ. കാനന പച്ചയിൽ കെടുതികളുടെ കാട്ടുതി കടപുഴകി അമരുന്ന പെരുമരങ്ങൾ. കല്ലോല ഗീതിയിൽ കൂലം തകർക്കുന്ന കുരുതിമഴ പെയ്യുന്ന കുത്തൊഴുക്ക്. നാളെയുടെ ഞാറ്റടികൾ നാഭിയിൽ പൊലിയവേ നാമേതു വിളകൾക്കു കൊയ്ത്തു പാട്ടുത്സവം. കൂടിയാട്ടത്തിൻ്റെ ആരാമ വഴികളിൽ തേങ്ങലാർന്നകലുന്ന താരാണു സുന്ദരി.
ശങ്കരാഭരണവും പാടിത്തിമർക്കുന്ന സങ്കടപ്പൊരുളിൻ്റെ സഖിയാരിവൾ, ശാരിക പെണ്ണാരിവൾ. വിളയുന്നു നിളയല്ല നീരൊഴുക്കിന്നെൻ്റെ നിലവിളിക്കുടയവൾ നേത്രാവതി. നിളയുന്നു നിളയല്ല നീരൊഴുക്കിന്നെൻ്റെ നിലവിളിക്കുടയവൾ നേത്രാവതി. ദേവദാരുക്കൾ തൻ തണൽ പറ്റി നിന്നു സുരത സ്വപ്നങ്ങൾ നെയ്തവൾ. വിധുരവേനലിൻ വിഷഭരിതവന്നിയിൽ ഇന്നിവൾ വേവുന്നുവോ. തോഴിമാരൊത്തു ജമുനയിൽ ഗംഗയിൽ നീന്തി നീരാടി നിന്നവൾ.